ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. നവരാത്രി ആരംഭിച്ച സമയത്ത് ദേവിയെ ആരാധിക്കണ പല ശൈലികളെക്കുറിച്ചും കേൾക്കുന്നുണ്ടായി. ഉത്തരേന്ത്യൻ ഭാഗത്ത് നവദുർഗാ സ്വരൂപത്തിൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, കൂഷ്മാണ്ഡ, സ്കന്ദമാത ഇങ്ങനെ അനേകം 9 രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കണം. എന്നാൽ വേറെ ചില ശൈലികളിൽ ബ്രാഹ്മി, മഹേശ്വരി, അതേപോലെ കൗമാരി, വൈഷ്ണവി ഇങ്ങനെ പറഞ്ഞ് 9 സ്വരൂപങ്ങളിൽ ആരാധിക്കണം. വേറെയും പല സങ്കല്പങ്ങളുണ്ടെന്ന് കേൾക്കണം. അപ്പോൾ ചിലർ ചോദിച്ചു കണ്ടു, ഏത് സ്വരൂപമാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ശൈലിയാണ് സ്വീകരിക്കേണ്ടത്, ഏത് ഭാവത്തിലാണ്, ഏത് നാമത്തോടു കൂടിയാണ് ദേവി ആരാധിക്കേണ്ടത് എന്നൊക്കെ. ഒരു ശൈലി സ്വീകരിച്ച് അതിനനുസരിച്ച് ചെയ്യുക ആരാധന എന്നുള്ളത് നല്ല തന്നെയാണ്. പക്ഷേ സംശയത്തിൻ്റെയോ പരിഭ്രമത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം ഏത് രൂപത്തിലും ഏത് നാമത്തിലാണെങ്കിലും ശരിക്കും ആ ദേവി അമ്മയാണല്ലേ. അമ്മയുടെ അടുത്തേക്ക് നമ്മൾ എന്ത് കാര്യം പറയാൻ ചെല്ലുമ്പോഴും അമ്മയോട് സമീപിക്കുന്ന സമയത്ത് വേറെ ഏതൊരു വ്യക്തിയോടും നമുക്കൊരു പരിഭ്രമമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ആകുലതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മ എന്നുള്ള ഭാവം, ആ അമ്മയോട് എന്ത് പറയുന്ന സമയത്തും നമുക്കൊരു സ്വാതന്ത്ര്യമാണ്. അമ്മ ആ വാത്സല്യത്തോടു കൂടി കേൾക്കും അല്ലേ. നമുക്കൊരു പരിഭ്രമവും ഇല്ല, എന്ത് വിഷയമാണെങ്കിലും അമ്മയോട് പറയാൻ. അപ്പോൾ അതേ അമ്മ തന്നെയാണ് ദേവിയും. ആ മാതൃഭാവത്തിൽ മാത്രം അമ്മയെ ചിന്തിച്ചാൽ മതി. തനിക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റുമോ എന്നുള്ള സംശയത്തോടു കൂടി വേണ്ട. എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയെയാണ് ഞാൻ ആരാധിക്കുന്നത്, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ആരാധിക്കുകയാണെന്നുള്ള ഭാവത്തിൽ ആ അമ്മയെ സമീപിക്കുക, ആരാധിക്കുക. അതാണ് ഭഗവതിക്കും ഇഷ്ടം എന്നാണ് വിശ്വാസം. ഹരേ കൃഷ്ണ.